പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഭംഗി അവിടെയുള്ള നെൽപ്പാടങ്ങളുടെ പച്ചപ്പാണെന്നും കൊയ്ത്തു കഴിഞ്ഞാൽ ആ ഗ്രാമവഴികളിലൂടെയുള്ള യാത്രയും പാലക്കാടൻ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ലെന്നും കുറേ സുഹൃത്തുക്കൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഈ നാട് സമ്മാനിക്കുന്നത്. പാലക്കാടിൻ്റെ തനതായ കരിമനകളും അതിനെ തഴുകി വരുന്ന കാറ്റും ഏത് കാലാവസ്ഥയായാലും ആരെയും ആകർഷിക്കാൻ കഴിവുള്ള ഇവിടുത്തെ നെൽപ്പാടങ്ങളുടെ സൗന്ദര്യവും നെല്ലറകളുടെ മാത്രമല്ല പഴമയുടെ പര്യായമായ കുറേയേറെ കാഴ്ചകളുടെ കലവറ കൂടിയാണ് ഈ നാട്. ഈ കാണുന്നത് ആലമ്പലത്തിലുള്ള തൃക്കുളം ശിവക്ഷേത്രം. കൃഷിയുടെ ആവശ്യത്തിനായ കനാലിൽ വെള്ളം വിടാറ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ കനാലിൽ വെള്ളം വിടുന്ന സമയം നോക്കി വരാൻ നോക്കുക. ഇവിടുത്തെ വ്യൂ കംപ്ലീറ്റ് ആവണമെങ്കിൽ കനാലിലെ വെള്ളം എന്തായാലും വേണം. നമുക്കിനി ക്ഷേത്രത്തിനടുത്ത് പോവാം. ചെറിയൊരു പാലം കടന്നാൽ നമുക്കിവിടെ എത്താൻ പറ്റും. പ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം ശിവനെ മുഖ്യദേവനായി ഇവിടെ പ്രതിഷ്ഠിച്ചു. പിന്നീട് പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗങ്ങൾ എന്നിവരെ ഉപദേവീ ദേവന്മാരായി പ്രതിഷ്ഠ നടത്തി. എന്തായാലും ക്ഷേത്രത്തിനകത്ത് ഞാൻ പോകുന്നില്ല. നമുക്ക് പുറത്തൊന്ന് ചുറ്റിക്കാണാം. ഈ അമ്പലത്തിന് സൈഡിൽ കൂടെ പോയാൽ താമരപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞൊരു കുളത്തിനടുത്തെത്താൻ പറ്റും. ലൈഫിലെ മേജർ ഡിസിഷൻസ് അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. ഉറപ്പായും എനിക്കവിടെ നിന്ന് ഉത്തരം കിട്ടാറുണ്ട്. തിരക്ക് പിടിച്ച ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ വിട്ട് ഇതുപോലെ ആളൊഴിഞ്ഞ ശാന്തസുന്ദരമായ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഏതൊരു സ്ഥലത്തെയും അടുത്തറിയാൻ അവിടെയുള്ള ഗ്രാമങ്ങളാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. ഏതൊരു നാടിൻ്റെയും തനതായ ജീവിതശൈലികൾ ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാൽ കാണാൻ കഴിയുക. ഇവിടുത്തെ കാഴ്ചകൾക്ക് മറന്നുപോയ കുറേ ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ടിക്കറ്റൊന്നുമില്ലാതെ സമയപരിധികളൊന്നുമില്ലാതെ സ്വതന്ത്രമായി യാത്ര ചെയ്ത് കണ്ടുപിടിച്ച് കാണാൻ കഴിയുന്ന കാഴ്ചകൾ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കും. നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ഈ കൊച്ചു വഴികളിലൂടെ വെറുതെയൊന്ന് യാത്ര ചെയ്തു നോക്കാം. നല്ല ഗ്രാമത്തനിമയുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് ഉറപ്പായും കാണാൻ കഴിയും. പാലക്കാടൻ ഉൾഗ്രാമങ്ങളുടെ പ്രത്യേകത തന്നെ പച്ചപ്പുകൾക്കിടയിലൂടെയുള്ള ഈ ചെറിയ വഴികളാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ ആ സ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതലകൾ കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലൊന്നും, അവിടുത്തെ നാട്ടുകാരെ ശല്യം ചെയ്യുന്ന രീതിയിലൊന്നും അവിടെ ചെയ്യാതിരിക്കുക.